ലിസമ്മ ആ അച്ചായ എന്നൊക്കെ ഇന്റർവ്യൂ വിശേഷങ്ങള്? അയ്യോ ഇച്ചായ ഇവിടെ നല്ല തണുപ്പാ ഇച്ചായ. തണുപ്പാന്നോ? ആ എന്റെ പൊന്നു ലിസാമേ, നീ പുറത്തേക്ക് നിന്ന് ഇറങ്ങിയേക്കല്ലേ? നിനക്കാണെങ്കിൽ മുടിഞ്ഞ വലിവിന്റെ അസുഖമുള്ളതാ. കഴിഞ്ഞ വരവിന് നീ വന്നപ്പോ വലി വളകിട്ടെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസിന്റെ 3 സ്റ്റാൻഡാ നീ മൂക്കിലേക്ക് വലിച്ചു കയറ്റിയത്. ഓ ഇച്ചായ. ലിസാമോ, ആരാടി നിന്റെ പിന്നിലിരിക്കുന്ന? ബോബി ചമ്മണൂരാന്നോടി? അയ്യോ ഇച്ചായ അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാ. ആന്നോ? ഇച്ചായ നമ്മുടെ കിണർ പണി എന്തായി? നമ്മുടെ കിണർ പണിതുകൊണ്ടിരിക്കാ. ഞാൻ കാണിച്ചു തരാവേ. മട്ടന്മാരെ, എന്റെ ലിസാമയ്ക്ക് ഒരു ഹായ് പറഞ്ഞേ. ഓടാ പോത്തെ. എന്താ ഇച്ചായ അവര് പറഞ്ഞേ? ഒന്നല്ല, അച്ചായ പോ അകത്തുന്ന്. അച്ചായ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ കിണറ്റില് വെള്ളം വരാണ്ട് ഞാനിനി നാട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ടേ? എന്റെ ലിസാമ, എന്നാ വാർത്താണ് നീ പറയുന്നേ? നമ്മുടെ കിണറ്റില് വെള്ളവും വരും, നീ നാട്ടിലും വരും, നമ്മൾ കാണുകയും ചെയ്യും. എന്നാ ശരി അച്ചായ. ഏറിക്കൂടെ പോലും ഒന്നും നടക്കുന്നില്ലല്ലോ കർത്താവേ. അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ഒന്നും നടക്കൂലടാ. ഇപ്പൊ വെള്ളം കാണുമെന്നും പറഞ്ഞു 1 മാസമായി കിണർ കൂത്താൻ തുടങ്ങിയിട്ട്. കണ്ടോ, വെള്ളം കാണണമെങ്കിൽ ഇപ്പുറത്തോ 8 റിങ് വെള്ളം കിടന്ന് തിരയടിക്കുക. പിന്നെ അവന്റെ ഒരു 8 റിങ് വെള്ളം. എടാ, വെള്ളത്തിന്റെ പേരിൽ ഇങ്ങനെ അഹങ്കരിക്കല്ലേടാ. സ്വന്തം ഭാര്യ അമേരിക്കയിലാണെന്നും പറഞ്ഞ് നിനക്ക് ചാട കാണിക്കല്ലേ? എടാ നീ വെള്ളം കുടിക്കാതെ പിന്നെ അതങ്ങ് പള്ളിയെ പറഞ്ഞേച്ചാ മതി. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ ഈ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും എന്റെ ഈ കിണറ്റിൽ ഞാൻ വെള്ളം കൊണ്ടുവരും. എടാ മണ്ട, ഈ വീടും പറമ്പും വിറ്റിട്ട് ഈ കിണറ്റിൽ വെള്ളം വന്നിട്ട് നിനക്കെന്താ കാര്യം? എന്നാ എന്റെ ലിസാമയുടെ ഡോളർ കൊണ്ട് ഈ കിണറ്റിനകത്ത് ഞാൻ വെള്ളം വരുത്തിക്കും. ഇല്ലടാ, നീ വെള്ളം കിട്ടാതെ അതിനകത്ത് ചാടി വരിക്കും. എടാ, അല്പനർത്ഥം വന്നാ അർദ്ധരാത്രി കൊട പിടിക്കും. അത് നീ സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കി അങ്ങ് പറഞ്ഞാ മതി. ഒരു ചെറിയ അത്യാവശ്യം ഉണ്ടാ. എന്താ പ്രശ്നം? ചിറ്റപ്പം കക്കൂസ് ഇരിക്കുക. ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഞാൻ കാലത്ത് ആ പ്രശ്നം എനിക്ക് ഉണ്ടായതാ. ഞാൻ അത് പരിഹരിച്ചിട്ടില്ല ഇവിടെ. എടാ അതല്ലെന്ന്. എടാ പൈപ്പിലും കിണറ്റിലും ഒന്നും വെള്ളമില്ല. നീ ഒരു ബക്കറ്റ് വെള്ളം താടാ. ഈ കക്കൂസിന്ന് ഇറങ്ങിയിട്ട് ചിറ്റപ്പന് ജോലിക്കൊന്നും പോകാനില്ലല്ലോ. ഇല്ല, അവിടെ ഇരിക്കട്ടെ. എടാ താടാ മോശമാടാ. എടാ കണ്ടവരെ കക്കൂസിൽ ഒഴിക്കാനുള്ളതല്ല എന്റെ കിണറ്റിലെ ശുദ്ധജലം. നീ ഇനി വെള്ളത്തിന് വേണ്ടി ഇങ്ങോട്ട് വരണ്ട. അയലൊക്കത്തെ ഒരു തണ്ടികളും എന്റെ കിണറ്റിൽ വെള്ളം എടുക്കാൻ വരണ്ട. നീ നന്നാവത്തില്ല. നീ പോടാ അവിടുന്ന്. അല്ലടത്തറിയും പോടാ അവിടുന്ന്. ഓരോരോ ജന്മങ്ങള്. അല്ല, ഇക്കാര്യം പറഞ്ഞപ്പോ എന്റെ കിണറിനകത്ത് 2 ജന്മങ്ങളുണ്ടായിരുന്നല്ലോ. എന്തിയേ? ഹലോ, സുഖിക്കാമെന്ന ജലസേചന വകുപ്പിന്റെ ഡയറക്ടർമാരെ, ഒന്ന് കേറി വരാവോ? മേശിരി, നിങ്ങൾ ഈ കിണറ് കുത്താൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി, ഇതൊരു വെള്ളം കണ്ടോ? അത് സന്തോഷ വാർത്ത പറയാനാ വന്നത്. ഞങ്ങൾ കിണറ്റിന് വെള്ളം കണ്ടു. ഒരു കുടുംബ വെള്ളം ഇങ്ങനെ എടുത്ത് ഞാൻ മോന്തി കുടിച്ചിട്ടാ വരുന്നത്. പിന്നെ കടലടുത്ത് കിടക്കുന്നുണ്ട്, ചെറിയൊരു ചമർപ്പുണ്ട്. അത് കാര്യം അയ്യോ, അത് വെള്ളമില്ലായിരുന്നു. ഞാൻ കിണറ്റിൽ മൂത്രം ഒഴിച്ചാ. പിന്നെ കിണറ്റിനകത്തേക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയാലേ പറന്ന് മേളിലൊന്ന് മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു പോയി. ഞാൻ മിന്നൽ പരിപാടി അല്ല. എന്റെ കർത്താവേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ലിസാമയുടെ ഡോളർ ആ കിണറ്റിനകത്ത് കിടക്കുവാ. എന്നെടുക്കാൻ പോവാ. ലിസാമയുടെ ഡോളർ? അയ്യോ, അതല്ല പറഞ്ഞത്. എന്റെ ലിസാമ അമേരിക്കയിൽ കിടന്ന് അധ്വാനിക്കുക. കൈയും മെയ്യും മറന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഡോളർ കൊണ്ട് ഈ കിണർ കുത്തുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലിസാമ പോയിട്ട് ഒരുപാട് കാലമായി. 5-8 കൊല്ലമായി. നല്ല ശമ്പളമായിരിക്കും. ശമ്പളമൊക്കെ കുറവാ, പക്ഷെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. മതി, ജീവിച്ചോളും. അവിടെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിന്റെ ലെവൽ കയറി വരിക. അവിടെ വെള്ളം വന്നോ ഏട്ടാ? എവിടെ അവര് വെള്ളം ഉണ്ടാവില്ല. നമ്മുടെ കിണറ്റിലല്ലേ ഇഷ്ടം പോലെ വെള്ളം. എടി ചെടി നനച്ചോ? ചെടിയൊക്കെ നനച്ച്. തുണി അലക്കി. വണ്ടി കഴുകിയല്ലോ? വണ്ടി കഴുകി. എല്ലാം ഒരു റൗണ്ട് കൂടി ഒന്നുകൂടി കഴുകിക്കും. ഇഷ്ടം പോലെ വെള്ളമല്ലേ? നിങ്ങൾക്ക് വൈരാഗ്യം അവന്റെ അടുത്താണ് എന്റെ അടുത്താണ്? എടി, നമ്മുടെ ഇഷ്ടം പോലെ വെള്ളമല്ലേ, നമ്മൾ അഹങ്കരിക്കണ്ടേ? അങ്ങനെ നമുക്ക് നമ്മുടെ വീട് വെറുതെ അങ്ങ് കഴിക്കാലോ. നമുക്ക് വീടിന്റെ മേളിൽ മഴ പെയ്യണ സെറ്റപ്പ് ആക്കിയാലോ? അടിപൊളിയായിരിക്കും. വെള്ളമല്ലേ കിടക്കണത്. മനോജ് എന്താടാ വലിയൊരു പ്രശ്നം ഉണ്ടാ. അതിനകത്തിരുന്ന ചിറ്റപ്പൻ ചത്ത. അതല്ലെന്ന്. എന്റെ ഭാര്യക്ക് ഒന്ന് കുളിക്കണം. അതിന് അവളെവിടെ പോണ്? അവള് ജോലിക്ക് പോകുന്നത്. അതിന് നിന്റെ ഭാര്യക്ക് അവിടെ ജോലി? സെൻട്രൽ ഗവൺമെന്റില്. അവള് തൊഴിലുറപ്പിനല്ലേ പോണ? ഈ തൊഴിലുറപ്പിന്റെ പൈസ ആരാ കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? അതല്ലേ പറഞ്ഞത്. അത് വേണ്ട. എന്റെ കിണറ്റില് വെള്ളം വെച്ച് കുളിച്ചിട്ട് നിന്റെ ഭാര്യ സെൻട്രൽ ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കണ്ട. ഇറങ്ങി പോടാ. ഇനി വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീ പോടാ അവിടുന്ന്. ഒരു തെണ്ടുകളെ ഇവിടുത്തെ വെള്ളം മോഹിച്ച് വരരുത്. അതെ ശാരദേ,
കുറച്ച് കല്ല് പെറുക്കി വെക്കണം. എന്തിനാണ്? ഇതുപോലെ വെള്ളം എടുക്കാൻ വേണ്ടി പലരും വരും. എറിഞ്ഞു ആ ഓടിച്ചേക്കണം. കാര്യം ഞാൻ എത്തി. വെള്ളം വെച്ച് പ്രതികാരം ചെയ്യുന്ന നാറി. ഇതെല്ലാം പലതും പറഞ്ഞായിരുന്നാ? ഒന്നും പണഞ്ഞില്ല. പറഞ്ഞു വെള്ളം കൊണ്ട് പ്രതികാരം ചെയ്ത നാറിയോ സ്വന്തം കെട്ടിയോട് അമേരിക്ക പറഞ്ഞു വിട്ടിട്ട് ആ കാച്ചു കൊണ്ട് സൂചിച്ച് ജീവിക്കുന്നവനല്ല. നാണം ഉണ്ടാ നിനക്ക്. എന്നിട്ട് നീ എന്നെ കുറ്റം പറയാൻ വന്നാ? വായന വിളിച്ചേ നാക്കണ്ടല്ലോ തിരിച്ചു പറ അങ്ങോട്ട്. സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ എന്തിനാ വല്ലതും പറയാൻ നിൽക്കുന്നത്? ആരാ സാധനം കണ്ടത്? ഞാനാ കണ്ടത്. അതല്ല നീ കിണറിന്റെ സാധനം ആരാ കണ്ടത്? അത് ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് കുത്തിയ കിണറാണല്ലോ. അന്ന് സ്ഥാനം കണ്ടത് വാസുദേവ മേശ്ശേരി. ആ അത് പറ. വെള്ളം അടിച്ച് കറങ്ങി കിടക്കുന്ന പുള്ളി വീട് പോലെ എവിടെ അറിയാൻ പല പുള്ളിയാണ് ഇതിന് വന്ന് സാധനം കാണുന്നത്. ശരിയല്ല, എന്റെ അപ്പൂപ്പനാണെന്നെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് വെള്ളം കിടന്ന് കുമിഞ്ഞനെ തിളച്ച് മറഞ്ഞാനെ. പിന്നെ അസാമാന്യം കിടന്ന ആളാ പുള്ളി. ഈ ഭൂമിയിലോട്ട് ഇങ്ങനെ ചെവി വെച്ചിട്ട് ആ നീരുറവ് ഇങ്ങനെ അങ്ങനെ ശബ്ദം കേട്ട് കണ്ടുപിടിക്കുന്ന മനുഷ്യനാ. അങ്ങനെ സാധനം കണ്ടുപിടിക്കും. ആ എന്നാ നമുക്ക് അപ്പൂപ്പനെ വിളിക്കാം. വിളിക്കാൻ ഒക്കില്ല. ആളിപ്പോ ഇല്ല. എവിടെ പോയി? ഈ നീരറവ കണ്ടുപിടിക്കാൻ വേണ്ടി ചെവി ഇങ്ങനെ വെച്ചില്ലേ, അപ്പൊ ഉരുളോട്ട് മലവെള്ളം വന്ന് എടുത്തോണ്ട് അങ്ങ് പോയി. അങ്ങനെ പ്രകൃതിയിൽ ലയിച്ചങ്ങ് വ്യാപൂപ്പൻ. ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളമാണല്ലോ. വെള്ളോ? ഇവിടെ ഞാൻ വെള്ളം കുടിക്കാറില്ല. എനിക്ക് കോള. അതെ, അവന് നല്ല കോള. അവന്റെ ഭാര്യ അമേരിക്കയിലല്ലേ, വെറുതെ ഇരുന്ന് തിന്നാ മതി. നല്ല കോള. അതല്ല മേസ്ത്രി, എനിക്ക് കുടിക്കുന്നത് കോള, കൈ കഴുകുന്ന കോള, പിന്നെ പല്ല് തേക്കുന്ന കോള. എന്തിനേറെ പറയുന്നു, ഞാൻ കക്കൂസിൽ കൊണ്ടുപോകുന്ന പോലെ കോളയാ. അയ്യോ, അപ്പൊ പതഞ്ഞു കയറത്തില്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ. അല്ല ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമല്ലോ. അച്ഛൻ ചോദിച്ചിട്ട് വെള്ളം മേടിച്ചോണ്ടോ. എന്റെ പട്ടി ചോദിക്കും. പട്ടി മാത്രം വെള്ളം കുടിച്ചാൽ അച്ഛനും കുടിക്കണ്ട. ചെല്ലേ മേടിര്. വേണ്ട, എനിക്ക് പറ്റൂല. പറ്റില്ല. എന്നാ ഞാൻ പോകാം. ഞാൻ പോയി മേടിക്കാം വെള്ളം. നിക്കവിടെ. മേടിക്കണ്ടേ? ഈ കലം കൂടെ കൊണ്ടുപോകും. ഞാൻ കഞ്ഞി വെക്കാനോ? നിങ്ങളെ കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് കുടിക്കാൻ. നമ്മൾ വെച്ച് വെള്ളം മേടിപ്പിക്കാൻ വഴി കൊണ്ട് അടി മേടിക്കുവാണല്ലേ. ചേട്ടാ, കുറച്ച് വെള്ളം വേണമല്ലോ കുടിക്കാൻ. വേണമെങ്കിൽ ഒരു ഗ്ലാസ് തരാം. നീ കലവിട്ട് വന്നാ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ഗ്ലാസ് മതി. പക്ഷെ ബാക്കി വെള്ളം പുള്ളിക്ക് വേണം. എന്നാ കലം തന്നത്. നിങ്ങൾക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം തരാം. പക്ഷെ അയാൾക്ക് ഞങ്ങൾ വെള്ളം തരൂല. അയാളെ ഒരു കൾച്ചർ ഇല്ലാത്ത ആളാ. ആ പറഞ്ഞ കിട്ടിയില്ല ഇങ്ങോട്ട്. അയാൾ ഒരു വിവരമില്ലാത്ത ആളാന്ന്. അയാൾ എന്റെ ചേട്ടൻ പണിക്ക് പോയി കഴിയുമ്പോ ആ വെയിലിക്ക് നിന്നിട്ട് എന്നെ വെള്ളറക്കല പരിപാടി. അതായത് സംഭവം അറിയോ, ചേച്ചിയെ കാണുമ്പോ സിപ്പപ്പാട്ട് തോന്നുന്നു. അതല്ല, അയാളുടെ ഭാര്യ അങ്ങ് അമേരിക്കയിലല്ലേ, അതിന്റെ ചൊരുക്ക അയാൾക്ക്. ഓ പിന്നെ മേശ്ശേരി, വിശപ്പുണ്ടെന്നുള്ളത് സത്യ. എന്ന് കരുതി ആരെങ്കിലും വിഷം മേടിച്ചു തിന്നോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഭാര്യനെ വിഷമൊന്നും വിളിച്ചാണ്ടല്ലോ. ചേട്ടാ കുറച്ച് വെള്ളം താ. വെള്ളം കുടിക്കാൻ തരാം. ആവശ്യം കുടിച്ചിട്ട് നിങ്ങൾ കുടിച്ചിട്ട് ലിസം മേശ്ശേരി. ഹലോ സുന്ദരം മേശ്ശേരി. അതല്ല, ശ്രദ്ധിക്കും മേശ്ശേരി. സത്യം പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവര് പൊട്ടക്കിണറ്റിലെ തവളകളാ. ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ നാടത്ത് കണ്ടിട്ടില്ല. അയ്യടാ, എന്റെ ചേട്ടൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. സൗദി അറേബ്യയിലായിരുന്നു. എന്റെ ചേട്ടൻ അവിടെ വലിയ ജോലിയായിരുന്നു. ഒട്ടകത്തിന്റെ നഖം വെട്ടണം, ക്യൂട്ടസ്. അയ്യോ, ഗസറ്റഡ് റാങ്ക് ആണല്ലോ. പിന്നെന്ത് കളഞ്ഞിട്ട് വന്നത്? ചൂടാ. ആ സത്യം, ഭയങ്കര ചൂടാ. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പണിയെടുക്കാമെന്നെങ്കിൽ അയലോക്കാരുമായിട്ടുള്ള സമ്പർക്കം വേണ്ട. നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്. വെള്ളം വരട്ടെ. പണിയെടുക്കാൻ നോക്ക്. പണിയെടുക്കാൻ നോക്ക്. ഒരു മിനിറ്റ്. ആ സൈഡ് കുത്തി തലയൊന്നും ഇടിക്കരുത്. സൂക്ഷിച്ചിറങ്ങണം. തലയിടിക്കില്ലെന്ന് പറഞ്ഞതാ. ഇത് പറ്റി. ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് വെള്ളവും പുല്ലൊന്നും കാണാൻ ഒക്കില്ല. അടി നിറച്ച് പാറയാണ്. അതുകൊണ്ട് ഇന്നത്തെ പണി സമയം കഴിഞ്ഞ് നമുക്ക് പോവാം. പാറയാണെങ്കിൽ കുറച്ച് വെടി കിട്ടിയാ കൊള്ളാം. ഇത് വെടിയുണ്ടോ? വെടിയാ ഉണ്ടടാ. എന്റെ നെഞ്ചത്തോട്ട് വയ്യടാ. ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും കാശ് മേടിച്ചിട്ട് ഇവിടെ നിന്ന് വെള്ളം കാണിക്കാൻ പോകാൻ പറ്റില്ല. എന്റെ ലിസമ്മയുടെ ഡോളറെ ആ കെന്റെ അകത്ത് കിടക്ക. വെള്ളം കാണിച്ചില്ലെങ്കിൽ ഇന്ന് നോക്കിക്കോ. ഇല്ല, ഞങ്ങളെ പിക്കാസാനത്ത് കിടക്കാം. അതെടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ. പിക്കാസെടുത്തിട്ട് പോവാം. ആക്രാന്തം കാണിക്കല്ലേ. പിന്നെ ആവശ്യമില്ലാത്ത പരിപാടികൾ. നീ ഇറങ്ങ. തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ കിണറ്റിനകത്ത് ചാടി ഞാൻ മരിക്കും. കാലി മാറ്റി കാണാൻ. വെള്ളം കണ്ടേ. നിറച്ച് വെള്ളം. നിറച്ച് വെള്ളം. വെള്ളത്തെ പൊക്കി വരുന്നു. എനിക്ക് സന്തോഷമായി. എനിക്ക് ഹാപ്പിയായി. എനിക്ക് സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കുത്തിയ കെട്ടിയത് വെള്ളം വരുന്നത്. ഞാൻ കുത്തിയ കെട്ടി എന്നൊക്കെ കുടിച്ച് കൂടുക സാറിന ചെയ്തു. സന്തോഷം കൊണ്ട് നിൽക്കാമേ അച്ചായ. ഇതാ മേശ്ശേരി പറഞ്ഞ കൂടുതൽ കാശുണ്ട്. മേശ്ശേരി വെച്ചോ. ചേട്ടാ, നമ്മുടെ കിണറ്റിലെ വെള്ളം കുറഞ്ഞു വന്നേ. വെള്ളം കുറഞ്ഞു വന്നു. ശരിയാണല്ലോ, കുറഞ്ഞു പോവുകയല്ലോ. നോക്കിക്കോ ഇവിടെ. ഇവിടെ വെള്ളം കേറി വരുന്നത്. ഇവിടത്തെ വെള്ളം കുറഞ്ഞു ചേട്ടാ, നമ്മുടെ ഇവിടെ വെള്ളം തീർന്നു. വെള്ളം തീർന്നോ? അയ്യോ, ഇവിടെ
ആവശ്യത്തിനുണ്ട്. അയ്യോ ഇവിടെ 8 റിങ് വെള്ളം. ഇതെന്റെ വെള്ളം, ഇതെന്റെ വെള്ളം. നിന്റെ വെള്ളം എന്ന് പറയാൻ ആ വെള്ളം നിന്നെ നോക്കി രതീഷ എന്ന് വിളിച്ചാടാ. മേസലി, ഇവിടെ വന്നേ. സത്യം പറ, എന്താ സംഭവിച്ചത്? എന്റെ കിണറ്റിൽ കിടന്ന് വെള്ളമാണ് ഇപ്പോഴത്തെ കിടന്നത്. അല്ല, ഈ ഭൂമി ഉരുണ്ടതാണല്ലോ. ആണ്. അപ്പൊ വേലിയേറ്റം വരുമ്പോ കേറിന്ന് ഇറങ്ങുന്നൊക്കെയായിരിക്കും ഈ വെള്ളം. ഇങ്ങോട്ട് വന്നേ. നീ എന്നാ പോക്കത്തരം കാണിച്ചത്? ഞാൻ ഒന്നും കാണിച്ചില്ല. വെള്ളം പിന്നെ അവിടെ വന്ന് അപ്പുറത്ത് പോയി. ഞാൻ നമ്മട്ടി എടുക്കാൻ ഇറങ്ങില്ലേ, ആ നമ്മട്ടി എടുത്തപ്പോ എനിക്ക് അവനോട് ദേഷ്യം തോന്നി. അപ്പൊ ഇത്തിയിൽ ആഞ്ഞൊരു വെട്ട് വെട്ടി. ആട്ട വരുന്നറാ വെള്ളം. അങ്ങനെയാണ്. അയ്യോ, വളയെ കൊടുക്കാൻ നിൽക്കുന്നു. അത് മേസലി, അത് മേസലി, എന്റെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നാ, അതുപോലെ വെള്ളം അതിനകത്ത് വരണം. തിരിച്ചു വരാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു വരണമെങ്കിൽ നീ കുത്തി കൊടുക്കണം വെള്ളം. പിന്നെ കുറച്ചുകൂടെ ആഴത്തിൽ കുഴിച്ചാ വെള്ളം വരും. കുടിക്കണം, എനിക്ക് വെള്ളം വേണം. പക്ഷെ ചെലവുണ്ട്. കാശ് കാശ് മേടിച്ചോ. എന്നാ ഉള്ളത് മൊത്തം എടുത്തോ. വൈകുന്നേരത്തുള്ളിൽ എന്റെ കിണറ്റിൽ വെള്ളം വേണം. അത് ഞാനായിട്ട് കാശ് മേടിച്ചു. ചാടിക്കോ. പാരയൊക്കെ എടുത്തോ, നന്നായിട്ട് താഴ്ത്തി കേട്ടോ. നമ്മുടെ കെട്ടി ഇഷ്ടം പോലെ വെള്ളമാണ്. കേറി 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 വന്നോണ്ടിരിക്ക. നീ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോടി, നാട്ടിലോട്ട് പാടി നോക്കടി. വെള്ളം കേറി 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 ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അയ്യോ, എന്റെ കെട്ടിൽ വെള്ളം കാണാനില്ല, എന്റെ കെട്ടിൽ വെള്ളം കാണാനില്ല. അയ്യോ, ഇവിടത്തെ കെറ്റില് വെള്ളം ഇറങ്ങി. അപ്പൊ നമ്മുടെ കെറ്റി വന്ന് കാണും. ഇവിടെ വെള്ളം വന്നിട്ടില്ല. അയ്യോ, ഇവിടെ ഇല്ല വെള്ളം. ഇവിടെ വന്നിട്ടില്ല. നോക്ക്, അവിടെ വന്നോ? അവിടെ വെള്ളം ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഇവിടെ നോക്ക്. അതെ, അവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്നോ. ഓടാതെ താനിവിടെ വാടോ. മേസ്ത്രി, സത്യം പറ, ഇത്ര നേരം എന്റെ കെറ്റിൽ വെള്ളം ഉണ്ടായിരുന്നാ, പക്ഷെ ഈ 2 കിണറ്റിൽ ഇപ്പൊ വെള്ളമില്ല. ഞങ്ങളുടെ 2 പേരുടെയും കെറ്റിലെ വെള്ളം എവിടെ പോയെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഭൂമി ഉരുണ്ടതാണോ? മിണ്ടാനോ? കാണിച്ച വെള്ളം എന്തിയാടാ? എനിക്ക് അറിഞ്ഞൂടാ, എന്റെ അമ്മച്ചിയാണ് എനിക്ക് അറിഞ്ഞത്. അയ്യോ, പിന്നെ വെള്ളം ആര് കൊണ്ടുപോയി? വരുന്നവൻ. എടാ, നിന്റെ ഒടുക്കത്തെ കണ്ണു കാരണം ഞങ്ങളുടെ കെട്ടിൽ വെള്ളം പറ്റിപ്പോയി. എനിക്കൊന്നും നിന്റെ വെള്ളം വേണ്ട. എന്റെ കിണറ്റിലോട്ട് വന്നോക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഞാൻ അങ്ങോട്ടെങ്ങാണ് കിണറ്റിൽ വെള്ളം എടുക്കാനായിട്ട് വന്നോണ്ടല്ലോ, കാല് വാരി തറയടിക്കും. വെള്ളം വെച്ച് അഹങ്കരിക്കരുത്, പാലം കിട്ടും. പോടാ. എടാ, എന്റെ മേസ്ത്രി, സത്യം പറ, ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ 2 പേരുടെയും കിണറ്റിലെ വെള്ളം എങ്ങനെ മനോജിന്റെ കിണറ്റിൽ ചെന്നു? ഇപ്പൊ ഞാൻ പറയുവാണെങ്കിലേ ഭൂമി ഉരുണ്ടതല്ലേ? നോക്കിക്കൊണ്ടിരിക്കാതെ ഇയാളെ ഉരുട്ടിയെടുത്ത് കിണറ്റിടാ. എന്നെ എടുത്തിട്ടുണ്ട, ഞാൻ തന്നെ ചാടിക്കോളാം. അയ്യോ.